ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ വിശേഷങ്ങൾ? പിന്നെ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒന്നുണ്ടായിട്ടില്ല. നാട്ടിൽ പോയി 2 മാസം നാട്ടിലായിരുന്നു. നാട്ടിൽ പോയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാമത് 2 മാസത്തെ ലീവിനെ പോയത്. പിന്നെ ഓരോ നാട്ടിൽ പോയാലും അറിയാം, നമ്മൾ ഇവിടുന്ന് ഒരുപാട് പ്ലാൻ ചെയ്ത് കണ്ടൊക്കെ പോകുക. ഒരുപാട് പല പ്ലാനിങ് ഉണ്ടാവും, പ്രവാസികൾക്ക് മനസ്സിലാവും. പക്ഷെ നാട്ടിൽ പോയാലും അതൊന്നും നടക്കില്ല. അതിൻ്റെ കൂടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പലയിടത്തേക്കും ട്രിപ്പ് പോയത് ഇതൊക്കെ എടുത്തിരുന്നു. ഒന്നും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയവും ഉണ്ടായിട്ടില്ല, അതിനുള്ളൊരു മൂഡ് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ സൗദിയിലാണുള്ളത്, വന്നിട്ട് ഏകദേശം 2 ആഴ്ചയായി. പിന്നെ ഇപ്പോൾ ഒരു മാൾക്ക് ഇങ്ങനെ വന്നതാണ്, ഫാമിലി നെറ്റ്. എൻ്റെ ഫാമിലി അല്ല, ഗഫീലിൻ്റെ ഫാമിലി നെറ്റ് മാൾക്ക് വന്നതാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരം സമയമാണ്, സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. അതാണ് ഇത്ര ഒരു പിന്നെ ലേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടേക്കൊന്ന് വന്നിക്കണം. സൂര്യൻ അസ്തമിക്കണ ഒരു സമയമുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടേക്ക് വന്നത് കേട്ടോ. വണ്ടിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിക്കണം, അതാണ് ഒരു ഇത് കാണുന്നത്. ഈ മാളിക്കാണ് വന്നിരിക്കണത്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുമ്പൊരു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു യൂട്യൂബിൽ തന്നെ, ചാനലിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെന്താ പറയുക, ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അതിനെന്തോ ഒരു പേര് പറയും, ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അതിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ പോണ പ്രവാസികൾക്ക്, ഔസ്റ്റേർമാർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, അതെങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ അറിയണ മാതിരി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ചില വീടുകളിൽ നിന്നിട്ട് 2 വർഷമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോകാൻ സമയത്ത് നമ്മളോട് പറയും, പോയി വന്നാൽ സാലറി കൂട്ടിത്തരാൻ കഴിയൂല. കാരണം ഈ പോയി വന്നാൽ പിന്നെ ഓട്ടമൊക്കെ കുറവായിക്കാരം, അപ്പോൾ അതിലുള്ള അത്ര ഓട്ടം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു പിന്നെ 2 പെങ്ങന്മാരുണ്ടായിരുന്നു. അതിലൊരു പെണ്ണ് പഠിക്കുമായിരുന്നു, ഒരു പെണ്ണ് വർക്ക് ചെയ്യുമായിരുന്നു. 2 ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒരാൾ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ലീവിന് പോയി വന്നാൽ ആ ഒരാളൊരു ഓട്ടം ഉണ്ടാവില്ല, പിന്നെ ബാക്കിയുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടം കുറവായിരിക്കും. അപ്പോൾ അവരത് വെച്ച് കണ്ട് പിന്നെ എന്നോടിങ്ങനെ സൂചിപ്പിച്ചിരുന്നു, ഓട്ടം കാര്യങ്ങളൊക്കെ കുറവായിക്കാരെന്നൊക്കെ. പക്ഷേ സാലറിൻ്റെ കാര്യത്തിൽ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുറക്കുന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ ലീവിന് പോയി വന്നാൽ നമുക്ക് കൂട്ടിത്തരണം. അപ്പോൾ ഇത് ഉപകാരപ്പെടുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻ്റെത് അവിടെ നിൽക്കട്ടെ, മറ്റുള്ള ചില ഡ്രൈവർമാരുടെ അവസ്ഥ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ കഫീൽ പറയും, ഇഞ്ചി പോയി വന്നാൽ സാലറി കൂട്ടിത്തരാൻ കഴിയൂല, എനിക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ആ സമയത്ത് നമ്മൾ അവരോടൊന്നും പറയരുത്. കാരണം ആ സമയത്ത് എനിക്ക് എങ്ങനെയായാലും 200 റിയാൽ കൂട്ടി തരണം. നമ്മൾ ചിലപ്പോൾ അപ്പോഴത്തെ പ്രഷറിന് 200 റിയാൽ കൂട്ടി തരണം, അല്ലെങ്കിൽ 300 റിയാൽ കൂട്ടി തരണം, 100 റിയാൽ കൂട്ടി തരണം, എന്നാലേ ഞാൻ വരുള്ളൂ, അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ചാളെന്ന് അറിയും. അപ്പോൾ ഓലും തന്നെ ഈ സൗദികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രഷർ വരുന്ന ടീംസാണ്. അപ്പോൾ അവർ ചിലപ്പോൾ എന്നാൽ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എക്സിറ്റ് അടിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പുതിയ ഔസ്റ്റർ വിസ കിട്ടാനും പാടാണ്. ഇവർക്കും തന്നെ പിന്നെ നല്ലൊരു ഡ്രൈവറാണ് വീട്ടിലുള്ളത് വെച്ചെങ്കിൽ അവർ പോയാൽ ഇവർക്കും തന്നെ നഷ്ടമാണ്. കാരണം പുതിയ വിസ അടിക്കാൻ ഇപ്പോൾ ആദ്യത്തേനെക്കാട്ടിയും ഒരുപാട് പൈസ അവർക്ക് ചിലവുണ്ട്. അപ്പോൾ പുതിയൊരു ഡ്രൈവറെ കൊണ്ടുവരിക, പിന്നെ അവനക്കൊരു ലൈസൻസ് എടുത്ത് കൊടുക്കുക, അവനൊന്ന് സെറ്റാക്കി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ പോകുന്ന ടൈമിൽ ഇവർ അങ്ങനെ പറയുമ്പോൾ ഒന്നും പറയണ്ട, നമ്മൾ ഓക്കെ ആണെന്നോ അല്ലെന്നോ ഒന്നും പറയണ്ട, നമ്മൾ നോക്കാം ആയിക്കോട്ടെ, റീ എൻട്രി അടിച്ചാലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാട്ടിൽ പോവാം. അങ്ങനെ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, നാട്ടിൽ പോയ അയക്കാനല്ല കേട്ടോ. അപ്പോൾ 2 മാസത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വാട്സപ്പിൽ നമ്മളെ കഫീൽ മെസ്സേജ് അയക്കുക എന്താണെന്ന് വെച്ചാൽ, ഈ മെസ്സേജിൻ്റെ സാലറിൻ്റെ കാര്യം മാത്രമല്ല പറയേണ്ടത്. നമുക്കിപ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും വെച്ചെങ്കിൽ അതുപോലെ തന്നെ പിന്നെ സാലറിൻ്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ വീട്ടിൽ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ മാമ ഉണ്ടല്ലോ, അതായത് നമ്മളെ ഒരാളുടെ ഉമ്മ, അത് നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ തന്നെയാണ്, അടിപൊളിയാണ്, ആൾ ഉഷാറാണ്. പക്ഷേ ചില ടൈമിൽ ഭയങ്കര പ്രഷറാണ്.
അപ്പോൾ ചിലപ്പോൾ നമ്മളും തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മളും എന്തെങ്കിലുമൊക്കെ വിഷയം നാട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് കാരണം നമ്മൾ എന്തെങ്കിലും വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ രാത്രി ആയിട്ട് ഇരുട്ടായി, അപ്പോൾ വണ്ടീൻ്റെ ഉള്ളത്തിൽ ലൈറ്റിട്ട് അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ജോലി എടുക്കുന്ന വീട്ടിൽ എന്തെങ്കിലും വിഷയം കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വേണം. ആ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ ഈ കഫീൽ മെസ്സേജ് അയക്കുന്ന കാര്യമാണ് പറഞ്ഞത്. നാട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ 2 മാസത്തെ ലീവിലാണെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് നമ്മൾ കഫീൽ മെസ്സേജ് അയക്കണം. ഇങ്ങനെ സലാമൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, അറബിയിലാണെങ്കിൽ അറബിയിൽ വോയിസ് മെസ്സേജിനെക്കാട്ടി നല്ലത് എഴുതി അയക്കണം നല്ലത്. വോയിസ് മെസ്സേജ് ആകുമ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പറയാനുള്ളത് മലയാളത്തിൽ എഴുതിക്കാണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ട് കോപ്പി എടുത്ത് അയച്ചു കൊടുത്താലൊക്കെ മതി, അല്ലെങ്കിൽ അറബിയിലാക്കിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. പിന്നെ എനിക്ക് ഇന്ന വിഷയം കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നൊരു വിഷയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ സീതയിക്കാരം. പക്ഷേ എനിക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വരവിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ ഉണ്ടാവാതിരിക്കാനുള്ളൊരു വഴി നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പം നിങ്ങൾക്ക് എന്താണ് വിഷയം കാര്യങ്ങൾ, അതിനെന്താണ് പ്രതിവിധി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓരോ വീട്ടിലും ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ ഈ സാലറി കൂട്ടി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വരുന്ന സമയത്ത് സാലറി കൂട്ടി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇതും കൂടെ കൂട്ടി എഴുതി അയക്കുക. അതായത് ഇങ്ങനെയും പിന്നെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വിഷയം കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ചിലവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതേപോലെ അവിടെ വന്നാലും സൗദിയിലും തന്നെ എൻ്റെ ചിലവും കാര്യങ്ങളും കൂടുതലാണ്. ഇൻ്റർനെറ്റ്, ഭക്ഷണം, ഫുഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ എനിക്ക് സാലറീൻ്റെ ഒരു കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു, കൂട്ടി തരാൻ പറ്റൂല പിന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യമാണെച്ചെങ്കിൽ എനിക്ക് വരാൻ കഴിയില്ല. കാരണം വേറെ ഒന്നും കൊണ്ടുണ്ടായിട്ടല്ല, എൻ്റെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇത്രയും സാലറി അവിടെ വന്നാൽ നിങ്ങൾ തരും എന്നുണ്ടെങ്കിൽ എനിക്ക് വന്നാൽ മുതലാവുള്ളൂ. കാരണം ഞാൻ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും പറയല്ല, വേറെ ഒന്നും കൊണ്ടിട്ട് നിങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിട്ടോ ഒന്നും പറയില്ല. എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത്രയും സാലറി എനിക്ക് തരണം. അതുപോലെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ 2 വർഷമൊക്കെ നിന്നാൽ നിങ്ങളെ പണിയില്ലാതെ വേറെ എന്തെങ്കിലും പണി എടുപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളോട്. പക്ഷെ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാഹചര്യക്കാർ. ഇപ്പോൾ കൂടുതൽ വണ്ടി കഴുകാണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ മുതലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടെ പറയാം. ഇങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരണം. കാരണം പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ്, എനിക്ക് വേറെ ജോലിൻ്റെ ഓഫർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ഇതാണ്. കാരണം അങ്ങനെ ആയാലും നിങ്ങളോട് വരണ്ടെന്ന് പറയില്ല. ഒരു 99% ആളുകളും സൗദികളും എനിക്ക് വരണ്ടെന്ന് പറയാൻ സാധ്യത കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒന്നാമത് അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയൊരാളെ വെക്കൽ, പുതിയൊരു വിസ അടിക്കൽ, അവർക്കൊരു ലൈസൻസ് എടുത്തെടുക്കൽ, അവരെ റൂട്ട് കാര്യങ്ങൾ സെറ്റാക്കൽ, ഇതൊന്നും ഇവർക്ക് മെനക്കേടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളെ പറയുന്ന കാര്യങ്ങൾ മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് അംഗീകരിക്കും. അത് ഞാൻ ചെയ്ത് എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസിൽ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയവരുണ്ടാവും, പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയറായി വിചാരിക്കണേ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ഒരുപാട് ലെങ്തായി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.